ഫ്രണ്ട്സ്, ഞങ്ങളിതാ ഓഫ് റോഡിന് പോവുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ മാങ്കുളത്ത് ഓഫ് റോഡിന് പോവുകയാണ്. സണ്ണിച്ചാൻ ഇവിടെ റെഡി, പുറകിൽ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനപ്പുറം എറണാകുളം ജില്ലയാണ്. അത് മലയാറ്റൂർ റേഞ്ചിലാണ്. മൂന്നാറിൽ ടൂർ വരുന്നവർ മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് മാങ്കുളത്തെ ഓഫ് റോഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. മിനിമം 4 to 5 hours എങ്കിലും നിങ്ങൾ ഈ ഓഫ് റോഡ് പ്ലാൻ ചെയ്യണം. മലമുകളിലൂടെ ഒഴുകി വരുന്ന ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് കണ്ടൊരു വാട്ടർ ഫ്ലോ നന്നായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ഈ ജീപ്പിൻ്റെ ഫ്രണ്ട് ഗിയർ ഇട്ട് വേണം മിക്ക സ്ഥലങ്ങളും കയറി പോകാൻ. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. ഇപ്പം സണ്ണിച്ചാൻ എന്തൊക്കെയോ ഗിയറിൽ ലോക്കൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പം മറ്റേ ഗിയർ മാത്രമേ നോർമലി ഇങ്ങോട്ട് പിടിച്ചാൽ മതി കേട്ടോ. അതിൽ ബലം പിടിക്കില്ല. ബലം പിടിക്കുമ്പോൾ വന്ന വണ്ടി പെട്ടെന്ന് ആൻറ്റി ടയർഡാവും. വണ്ടി അങ്ങോട്ട് ചെരിയുമ്പോൾ അങ്ങ് ചെരിഞ്ഞാണ്ടാ മതി. അങ്ങോട്ട് ചെരിയുമ്പോൾ വണ്ടി ഇങ്ങനെ നൂർക്കാൻ വേണ്ടി പിടിക്കില്ല. ബലം പിടിച്ചേ പോകുന്നില്ല. പേടിച്ചോണ്ട് എൻ്റെ മോനെ, ഇവനൊരു ഒന്നൊന്നര ഓഫ് റോഡ് പോക്ക് തന്നെയാണ്. ഈ ശരിക്കും ഈ മല കയറുമ്പോൾ ലിൻഡയുടെ എക്സ്പ്രഷൻ എൻ്റെ അമ്മോ എന്തൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക്. അതേസമയം അക്കുവിൻ്റെ എക്സ്പ്രഷൻ വാവ് സൂപ്പർ എന്നായിരുന്നു. ഈറ്റി ഉള്ളതുകൊണ്ട് സാധാരണ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പണ്ട് പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പം ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്നൊക്കെ സ്കൂളിൽ പോയത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവനാണ് സാക്ഷാൽ ചൂരൽവടി എന്ന് സണ്ണിച്ചായം പറഞ്ഞപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ പപ്പയുടെയും മമ്മിയുടെയും സാറുമാരെയും കയ്യിൽ നിന്ന് കിട്ടിയ ചൂരൽ കഷായമൊക്കെ ഓർമ്മ വന്നു. ഏകദേശം 3 കിലോമീറ്ററാണ് കല്ലും കുഴിയും നിറഞ്ഞ ഈ പക്ക ഓഫ് റോഡ് എന്നാണ് സണ്ണിച്ചായം പറഞ്ഞത്. ഈ നാളുകളിൽ ട്രാവൽ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായി അങ്ങനെ ഈ ട്രിപ്പ് മാറി. മാങ്കുളം ഓഫ് റോഡ് റൈഡിലെ ഒരു കിഡിലോസ്കു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ഫെൻസിങ് ആണ്, ഇലക്ട്രിക് ഫെൻസിങ് ആണ്. വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്ക് ഇത് കണക്ട് ചെയ്യും. കാര്യം ആനകളൊക്കെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. സോ 5:30 വരെ ഇവിടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ 70ഓളം ട്രൈബൽ ഫാമിലീസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇറങ്ങിയാണ്, തിരിച്ചിറങ്ങിയാണ്. റിവർ ക്രോസിംഗ്. ഈ ട്രാവലിലെ ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ റിവർ ക്രോസിംഗ്. ഇവിടുത്തെ മറ്റൊരു സ്ഥലമാണ്. ഇതിന് 33 വാട്ടർഫോൾസ് എന്നാണ് തോന്നുന്നു പറഞ്ഞത്. അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു കലണ്ടർ പിക്ചർ പോലെയൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നാൽ കുളിക്കാനൊക്കെ പറ്റും. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഫോറിനേഴ്സിനെയൊക്കെ കാണാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡ്രൈവേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആനക്കുളത്ത് ഇറങ്ങി എന്നുള്ള ന്യൂസ് കിട്ടി. അതുകൊണ്ട് ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത സണ്ണിച്ചായൻ്റെ വണ്ടി. എക്സ്പെർട്ട് ഡ്രൈവർ, വെൽ മെയിൻറ്റെയിൻ ആയ വെഹിക്കിൾ. പിന്നെ മാങ്കുളത്തും ആനക്കുളത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എയർടെലിനൊന്നും ഇവിടെ റേഞ്ച് ഇല്ല. BSNലും ജിയോയ്ക്ക് മാത്രമേ ചിലയിടങ്ങളിൽ റേഞ്ച് ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഒട്ടും റേഞ്ച് ഇല്ല.